ഓ, ഇവിടുന്ന് വ്യൂ കൂടി വരികയുണ്ടോ. Swear I won't forget this, why do I regret this? In my mind reckless, thoughts are feeling endless. Sitting up I'm breathless, anxiety's infectious. I feel so defenseless. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു പാസിയോ. ഇന്ന് നമ്മൾ വാഗമണ്ണിൽ തന്നെയുള്ള നമ്മൾ കഴിഞ്ഞ വീഡിയോ ഓറഞ്ച് വാലി റിസോർട്ടിൻ്റെ വീഡിയോ ആയിരുന്നു. അതിൻ്റെ തന്നെ ഒരു ടെൻറ്റ് സ്റ്റേ കൂടി ഇവിടെ ഉണ്ട്. അതിൻ്റെ കൂടുതൽ വീഡിയോസാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇവിടെ കൂടുതലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കാരവാൻ സ്റ്റേയും ടെൻറ്റ് സ്റ്റേ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പം ഇതിൻ്റെ എൻട്രൻസ് ഇതിലാണ് വരുന്നത്. നമുക്ക് ഇവിടെ റിസപ്ഷൻ കാര്യങ്ങളും ഇവിടെ വരുന്നത്, ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നമ്മളിവിടെ സ്റ്റേ അല്ല, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വിശദീകരിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി വരുമ്പോൾ ഇവിടെയാണ് ഇവരെ റിസപ്ഷനും കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ചെറിയ റൂമുണ്ട്. ഒരു ഡബിൾ ബെഡുള്ള റൂമും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇതിൽ നമ്മൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു അങ്ങനെ, അതായത് 4 പേർക്കാണെങ്കിൽ അങ്ങനെ കൊടുക്കും, അല്ല 8 പേർക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ബെഡ് ഇട്ടിട്ട് അങ്ങനെയും ഇവർ ഇവിടെ ചെയ്ത് തരും എന്നാണ് ഇവർ പറഞ്ഞത്. അതുപോലെ തന്നെ റിസപ്ഷൻ്റെ ഭാഗത്തു നിന്നല്ലാതെ ഇങ്ങോട്ടും ഇതിൽ ഒരു ഇറങ്ങാനുള്ളൊരു വഴിയുണ്ട്. ഇവിടെ നിന്നൊരു അത്യാവശ്യം കിടിലം വ്യൂ തന്നെയാണ് ഈ ഏരിയയിലോട്ട്. അപ്പോൾ ഗൈസ്, നമ്മളെ ഈ ഒരു വരാന്തൻ്റെ ഈ സൈഡിലായിട്ട് കോമൺ ടോയ്ലറ്റ്സ്, വാഷ് ബേസ് കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ ഒരു ഹട്ട് മാതിരിയുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളും കാണാം. പിന്നെ അവിടെയാണ് കാരവാനായിട്ട് സെറ്റ് ചെയ്തിട്ട് ഒക്കെ കാണാം. നമുക്ക് നേരെ വ്യൂവിൻ്റെ കാര്യം നിങ്ങൾ നോക്കിയോളി, ഒരു രക്ഷയില്ലല്ലോ. അതുപോലെ ഈ ഒരു എ ഫ്രെയിം ഹട്ടാണത്. കയറി വരുമ്പോൾ തന്നെ ഒരു ഡബിൾ കോട്ട് ബെഡാണ്, അതായത് 3 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ അത്രയും വലിയൊരു ബെഡാണ് കേട്ടോ. ഇവിടെ നമുക്കൊരു 2 ചെയർ, ടീഫോയ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിൽ വാഷ് ബേസ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. അതായത് ഈ കോട്ടേജിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്, മറ്റേതിലൊക്കെ കോമൺ ബാത്റൂമാണ് കേട്ടോ. പിന്നെ ഇവിടെ അവർ മെയിനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ടെൻറ്റ് സ്റ്റേ ആണ്. അത് നമുക്ക് മുകളിൽ കാണാം. അവിടെ നമുക്ക് വേണ്ടി ടെൻറ്റ് അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മോർണിംഗ് ഒക്കെ മാരൊക്കെ വ്യൂ ഉണ്ട്, കാരണം ഒരു മേഘത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഇവിടുത്തെ. ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇവരുണ്ട്, നമുക്ക് ബുക്കിംഗ് ടൈമിൽ നമുക്ക് അയച്ചു തരും. പിന്നെ ഇതിൽ ഇരിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മളെ കാരവാൻ സ്റ്റേ കേട്ടോ. അപ്പം ഗൈസ്, ഇതാണ് കാരവാൻ്റെ ഒരു ബാക്ക് സൈഡ് കേട്ടോ. ഇതിൽ ഒരു 10 പേര് അക്കോമഡേഷൻ ചെയ്യാൻ പറ്റിയൊരു രീതി തന്നെയാണ് കേട്ടോ ഇത് ഉള്ളത്. ഇവിടെ പിന്നെ അതുപോലെ ഒരു നമുക്ക് ഇരുന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉൾഭാഗത്തോട്ട് കയറുമ്പോൾ ഇതുപോലെ ബെഡുകളാണ് നമുക്കുള്ളത്. മുകളിലും താഴേക്കായിട്ട് ഒരു ബെഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. നേരെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ അതുപോലത്തെ ബെഡുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ടെൻറ്റ് അവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് ഇവർ നിങ്ങൾക്ക് എവിടെ ഏത് ആംഗിളിലാണ് നിങ്ങൾക്ക് വ്യൂ തോന്നുന്നത് ആ ആംഗിളിൽ വരെ നിങ്ങൾക്ക് ടെൻറ്റ് സെറ്റ് ചെയ്തു കേട്ടോ. അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. അതുപോലെ ഈ നമുക്ക് എനി ടൈം ഇതുപോലെ ഇവിടേക്ക് ഇരുന്നിട്ട് നമുക്ക് വൈബ് ആസ്വദിക്കട്ടോ. അത്യാവശ്യം അടിപൊളിയാണ്. ഇവിടെ ഇരുന്ന് നമുക്ക് ചില്ല് ചെയ്യാം. അതുപോലെ ചാർജർ പോർട്ടുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ നിങ്ങൾ തന്നെ നോക്കി, അടിപൊളിയല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. Damn, ain't that fabulous? Can't wait to apply all those mathematicus. But we can't get a job that pays us enough. I'm about to pop off. Fuck you, you're lost. We all know that we never really want a boss. So I'ma do what I want to. നമ്മളിപ്പോൾ നട്ട് ഉച്ച സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ കോടകളോ ഒന്നും ഇല്ലെങ്കിലും തണുത്ത കിഡിൽ കാറ്റ്, അത് തണുത്ത കാറ്റടിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ. അതെ, പിന്നെ അതുപോലെ തന്നെ മുകളിലത്തെ വ്യൂ കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. മുകളിലെത്തി കഴിയുമ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഇരിക്കാനുള്ള കുറേ ചെയറുകൾ വെച്ചിട്ടുണ്ട്. ഓ, ഇവിടുന്ന് വ്യൂ കൂടി വരിക കേട്ടോ, നിങ്ങൾ തന്നെ കാണൂ. എങ്ങനെയുണ്ട്? എൻ്റെ മക്കളെ, ഇതൊരു രക്ഷയില്ലാത്ത വ്യൂ തന്നെയാണ് കേട്ടോ. ഞാൻ കുറച്ച് ലൈറ്റായി പോയി, കുറച്ച് രാവിലെ തന്നെ ഇങ്ങ് വരായിരുന്നു, എന്നാൽ നമുക്ക് ആ കോടകളും ഇവിടെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ കേസ് നമുക്ക് ടെൻറ്റ് ഇതാ ഇവിടെ സെറ്റ് ചെയ്തിട്ട് കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുമ്പോൾ 2 പേർക്ക് സിമ്പിളായിട്ട് കിടക്കാൻ പറ്റിയ ഒരു ഇതിലാണ് ഇതിൻ്റെ ഉൾഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ഏത് ഏരിയയിലും ഇവരത് സെറ്റ് ചെയ്ത് തരും. ബ്രോ, ഇവിടെ നമുക്ക് എന്താ പറയുക, വലിയ ടെൻറ്റൊക്കെ അല്ലേ? എത്ര ആൾ വരെ മാക്സിമം പോകുന്ന ടെൻറ്റ് ഉണ്ടോ? നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ 2 ആൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിലും 4-5 പേർക്ക് സുഖമായിട്ട് തന്നെ തോന്നും. അത്രയും തണുപ്പായിരിക്കുമല്ലോ ഇവിടെ കിടന്നാലും. കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ നൈസ് വൈബാണ്. അതെ. ഇതിൻ്റെ വൈബ് കാണാൻ വേണ്ടി തന്നെ ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുന്നത്. ഓക്കെ. പിന്നെ എടുത്ത് പറയേണ്ടത് ഇവിടെ വാഗമണ്ണ് തന്നെ ഫേമസ് ആയ തെങ്ങൽ പാറയുണ്ട് ഇതിൻ്റെ ബാഗിൽ വരുന്നത്. അത് അത്യാവശ്യം മുകളിലൊക്കെ ഫുള്ള് ആൾക്കാർ ഇപ്പോഴും തന്നെ കയറി നടക്കുന്നത് കാണാം. അപ്പോൾ കേസ് ഇത്രയൊക്കെ തന്നെയാണ് ഈ ടെൻറ്റ് സ്റ്റേൻ്റെ വിവരങ്ങൾ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊരു ബെറ്റർ ചോയ്സാണ്. രാവിലെ കുറേ മേഘങ്ങൾ മൂടിയെടുക്കുന്നൊരു പ്രതീതിയാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വേണ്ടവർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ നമ്പർ ഉണ്ടാവും, നോക്കിയിട്ട് വിളിച്ചോളി. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.